എൽബോർഡുള്ള വണ്ടിയാണെങ്കിലും കയറ്റത്തിൽ നിന്ന് കഴിഞ്ഞാൽ ബാക്കിൽ വന്ന് ചില അലവലാദികളൊക്കെ ഹോൺ അടിച്ച് നമ്മളെ ബുദ്ധിമുട്ടിക്കും. അപ്പോൾ നിങ്ങളതൊന്നും വിഷമിക്കേണ്ട, നിങ്ങൾ ഇത്രയും കാര്യം ചിന്തിച്ചാൽ മതി. ഇപ്പോൾ ഹോൺ അടിക്കുന്നവൻ്റെ റോബ് മൈഷോയുടെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ആക്ച്വലി പഠിക്കാൻ പോകുന്നത് ഒരു ഓട്ടോമാറ്റിക് കാർ എങ്ങനെ ഓടിക്കുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഓട്ടോമാറ്റിക് ഓടിക്കുന്ന ആൾക്കാർക്ക് അതറിയാം, അതിൻ്റെ ഒരു ലോജിക്കും കാര്യങ്ങളും അറിയാം. എന്നാൽ പുതുതായിട്ട് വാഹനങ്ങൾ ഇപ്പോൾ ഓൾറെഡി മാനുവലായിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആൾ പുതിയൊരു വണ്ടി ഓട്ടോമാറ്റിക് വീട്ടിലേക്ക് വാങ്ങിക്കുമ്പോൾ ഈ മാനുവലിൽ നിന്ന് ഓട്ടോമാറ്റിക്കിലേക്ക് മാറുമ്പോൾ അവർക്ക് ഓടിക്കാണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ നേരിടാനുണ്ട്. പൊതുവേ നമുക്ക് ഓട്ടോമാറ്റിക് കാറുകളാണ് ഓടിക്കാൻ എളുപ്പമെങ്കിലും പക്ഷേ അതിൻ്റെ ലോജിക്ക് മനസ്സിലാക്കി എടുക്കാണ്ട് കുറച്ച് സമയം എടുക്കാറുണ്ട്. അപ്പോൾ പുതുതായിട്ട് ഓട്ടോമാറ്റിക് കാറുകൾ ഓടിക്കുന്ന ആൾക്കാർക്ക് ഈസി ആയിട്ട് എങ്ങനെ കാർ ഓടിക്കാം അല്ലെങ്കിൽ അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് പറയുന്നൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. റോബ് മൈഷോ എന്നാണ് ഈ ചാനലിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾക്ക് താഴെ കാണുന്ന ബെൽ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും. ഓട്ടോമാറ്റിക് കാറുകളെക്കുറിച്ച് നമ്മൾ അല്ലെങ്കിൽ അതിൻ്റെ ഡ്രൈവിങ്ങിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അതിന് മുമ്പ് നമുക്ക് ചെറിയ കുറച്ച് യന്ത്രങ്ങളുടെ പ്രവർത്തനങ്ങൾ ഒരുപാട് അറിഞ്ഞില്ലെങ്കിലും ചെറിയ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് ആദ്യമേ ഒരു എഞ്ചിനും അതിൻ്റെ ഗിയർ ബോക്സിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ ആദ്യമേ ഒന്ന് മനസ്സിലാക്കി ഇരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഗിയർ ബോക്സുകൾ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ട്, AMT. ഇപ്പോൾ ഇത് ഒരു സെല്യൂറിയ കാറാണ്, ഇതിനൊരു AMT ഓട്ടോമാറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ എന്ന് പറയും. അതുപോലെ ടോർക്ക് കൺവേർട്ടഡ് ആയിട്ടുള്ള ഗിയർ ബോക്സുകളുണ്ട്, അതേപോലെ CVT ഗിയർ ബോക്സുകളുണ്ട്, അതുപോലെ DSG ഉണ്ട്, DCT, അങ്ങനെ പലതരത്തിലുള്ള ഗിയർ ബോക്സ് നിലവിൽ അവൈലബിളുകളാണ് പല വണ്ടിക്ക്. അതായത് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ അതായത് മാരുതി പോലുള്ള ചെറിയ വാഹനങ്ങളിലൊക്കെ നമ്മൾ AMT ആണ് വരുന്നതെങ്കിൽ ഹൈ എൻഡ് കാറുകളിലേക്കൊക്കെ വരുമ്പോൾ DCT അല്ലെങ്കിൽ DSG ഒക്കെ ആയിരിക്കും. BMW, Audi, Mercedes Benz ഒക്കെ വരുമ്പോൾ ആ ടൈപ്പിലുള്ള ടെക്നോളജിയിലേക്കായിരിക്കും പോകുന്നത്. അതുപോലെ ഡീസൽ കാറുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ടോർക്ക് കൺവേർട്ടർ ടൈപ്പ് ഒക്കെ ആയിരിക്കും വരുന്നത്. അങ്ങനെ പലതരത്തിലുള്ള ഗിയർ ബോക്സുകളുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഗിയർ ബോക്സുകളുടെ പ്രവർത്തനമൊന്നും വണ്ടി ഓടിക്കാനായിട്ട് അറിയേണ്ടതില്ല. എന്നിരുന്നാലും ഇത് കേട്ടാലും നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പോൾ DSG ആണെങ്കിലും ഓട്ടോമാറ്റിക് ആണെങ്കിലും AMT ഏത് ടൈപ്പ് ഓടിച്ചെന്ന് പറഞ്ഞാലും അതിനകത്ത് ഉപയോഗിക്കുന്ന സിസ്റ്റംസ് സെയിം തന്നെയാണ്. അതായത് സിസ്റ്റംസ് സെയിം എന്ന് ഉദ്ദേശിക്കുന്നത് മെത്തേഡുകൾ സെയിം ആണ്. ഓക്കെ, അപ്പോൾ ആ മെത്തേഡുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹൈ എൻഡ് കാർഡ്സ് വേണമെങ്കിൽ നമുക്ക് ഓടിക്കാനായിട്ട് സാധിക്കും. കാരണം ഞാൻ ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ഈ ഒരു വാഹനമാണ്. പക്ഷേ ഞാൻ ഈ ഒരു വാഹനത്തിൻ്റെ ടെക്നോളജി അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം അറിയാവുന്നതുകൊണ്ട് അതിൻ്റെ ഒരു മെത്തേഡ് അറിയാവുന്നതുകൊണ്ട് ഞാനിപ്പം എല്ലാ വണ്ടികളും ടോപ്പ് എൻഡ് ആയിട്ടുള്ള എല്ലാ വണ്ടികളും ഓടിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഏറ്റവും റീസെൻ്റ് ആയിട്ട് വോൾവോയുടെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു, വോൾവോ XC90 ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ധാരാളം കാറുകളുടെ റിവ്യൂ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഈസി ആയിട്ട് എങ്ങനെ ഓട്ടോമാറ്റിക് കാർ ഓടിക്കാമെന്നാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആദ്യം യന്ത്രങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് തന്നെ നമുക്ക് പഠിക്കാം. അപ്പോൾ നമ്മൾ ഈ വണ്ടിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോഴത്തേന് എഞ്ചിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ എഞ്ചിൻ്റെ ഒരു RPM-നെ കുറിച്ച് പറയേണ്ട, ഒരു മിനിറ്റിൽ എഞ്ചിൻ്റെ ക്രാം ഷാഫ്റ്റ് എത്ര പ്രാവശ്യം കറങ്ങി എന്നുള്ളതാണ്. അപ്പം ഈ എഞ്ചിനിൽ നിന്ന് നേരെ നമ്മൾ ടയറിലേക്കല്ല ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. എഞ്ചിനിൽ നിന്ന് ഒരു ക്രാം ഷാഫ്റ്റ് കറങ്ങിക്കഴിഞ്ഞാൽ അത് നേരെ ടയറിലേക്കല്ല ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കുന്നത്. അതിന് പകരം നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ നേരെ ഒരു ഗിയർ ബോക്സിലേക്ക് കൊണ്ടുവരും. ആ ഗിയർ ബോക്സിനകത്ത് കുറേ പൽചക്രങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ആ പൽചക്രങ്ങളാണ് അതിൽ നിന്നുള്ള അതിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ടാണ് നമ്മൾ ഈ ടയറുകളിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഗിയർ ബോക്സ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ എഞ്ചിൻ കറങ്ങുന്ന ഒരു വേഗതയേക്കാളും ഒരു കുറഞ്ഞൊരു വേഗതയിലേക്കാണ് ഗിയർ ബോക്സിലേക്ക് കൊണ്ടുവരുന്നത്. എഞ്ചിൻ ചിലപ്പോൾ 5000 RPM-ലോ 6000 RPM-ലോ ഒക്കെ കറങ്ങും. അപ്പോൾ അതേപോലെ തന്നെ ടയറിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ അതൊരു ഗിയർ ബോക്സ് വെച്ചിട്ട് അത് കുറച്ച്, അതേപോലെ തന്നെ നമ്മൾ കയറ്റങ്ങൾ വരുമ്പോഴത്തേന് നമുക്ക് നോർമലി ഉള്ള ഒരു ഔട്ട്പുട്ട് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ടയറിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ഒരു ടോർക്ക് കിട്ടത്തില്ല. അപ്പോൾ ടോർക്ക് കൂട്ടാനും സ്പീഡ് കൺട്രോൾ ചെയ്യാനും ഒക്കെയാണ് നമ്മൾ ഗിയർ ബോക്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഓട്ടോമാറ്റിക് വാഹനങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നോർമൽ ഒരു വാഹനങ്ങളിൽ ഈ ഗിയർ ബോക്സിൻ്റെയും എഞ്ചിൻ്റെ ഇടയ്ക്ക് ക്ലച്ച് എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്. ഇപ്പോൾ ഈ ക്ലച്ച് സംവിധാനം ഉപയോഗിച്ചിട്ടാണ് ഇത് തമ്മിലുള്ള ഷിഫ്റ്റിംഗ് കറക്റ്റായിട്ട് അല്ലെങ്കിൽ ആ ഒരു സ്പീഡ് അല്ലെങ്കിൽ ഒരു ഗിയർ ബോക്സ് കറക്റ്റായിട്ട് മെയ്റ്റ് ചെയ്ത് പോകുന്നത് അങ്ങനെയാണ്. ഓട്ടോമാറ്റിക്കിൻ്റെ കേസിൽ വരുമ്പോൾ ഈ ക്ലച്ച് എന്ന് പറയുന്നത് ഇല്ല എന്ന് നമ്മൾ കേട്ടു. പക്ഷേ ആക്ച്വലി ക്ലച്ച് ഉണ്ട്, പക്ഷേ ക്ലച്ചിൻ്റെ പ്രവർത്തനങ്ങൾ ഓട്ടോമാറ്റിക് ആക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാണ് പഠിക്കുന്ന കാലത്ത് ആക്സിലേറ്റർ നോക്കണം, ബ്രേക്ക് നോക്കണം, സ്റ്റിയറിംഗ് നോക്കണം, അതിനിടയ്ക്ക് ഗിയർ മാറണം. അപ്പോൾ അതൊക്കെ വലിയ പാടാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കിൻ്റെ കേസിലേക്ക് വരുമ്പോഴത്തേനും നമ്മൾ ഈ ഒരു സിസ്റ്റം എല്ലാം ഓട്ടോമാറ്റഡ് ആയിട്ടുള്ള വണ്ടിയുടെ ECU എന്ന് പറയുന്ന യൂണിറ്റാണ് ചെയ്യുന്നത്. അതായത് എഞ്ചിൻ കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്ന സാധനത്തിനകത്ത് നമ്മൾ പ്രോഗ്രാം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത്ര സ്പീഡിലേക്ക് നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ ഇന്ന ഗിയറിലേക്ക് വണ്ടി മാറണം. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അത് കുറച്ചുകൂടി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പം ഈ വാഹനം ഒരു ഓട്ടോമാറ്റഡ് മാനുവൽ AMT എന്ന് പറഞ്ഞൊരു ഗിയർ ബോക്സ് ആണ്, ഒരു ഓട്ടോമാറ്റഡ് മാനുവൽ ആയിട്ടുള്ള ഒരു ഗിയർ ബോക്സ് ആണ്. അപ്പോൾ അതെന്താണെന്ന് നിങ്ങൾ അതിനെക്കുറിച്ച് വലിയ ടെൻഷൻ അടിക്കേണ്ട. അതായത് ഇതിൻ്റെ ക്ലച്ചിൻ്റെ പ്രവർത്തനങ്ങൾ ഒരു പ്രോഗ്രാം വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അതായത് ECU ഈ വണ്ടിയുടെ RPM മനസ്സിലാക്കി അതനുസരിച്ചുള്ള ഷിഫ്റ്റിംഗ് ഓട്ടോമാറ്റിക്കലി വേറൊരു ഹൈഡ്രോളിക് സിസ്റ്റം അല്ലെങ്കിൽ ഒരു ആക്ടിവേറ്റർ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു പ്രോഗ്രാമാണ് ഇതിന് ഈ വണ്ടിയെ നമ്മൾ ഡ്രൈവ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല. എന്നാലും ചില ലോജിക്കുകളുണ്ട്. ആ ലോജിക്ക് ഒന്ന് തലയിലേക്ക് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ഈസിയായിട്ട് ഓടിക്കാണ്ട് വരും. അപ്പോൾ ഞാൻ കൂടുതൽ സംസാരിച്ച് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അതെങ്ങനെ ഡ്രൈവ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ നേരെ ഡ്രൈവർ സീറ്റിലേക്ക് പോവുകയാണേ.
ഇപ്പോൾ നമ്മൾ വാഹനത്തിൻ്റെ അകത്തേക്ക് കയറാൻ പോവുകയാണ്. അതിന് മുമ്പ് ഒരു കാര്യം പ്രത്യേകിച്ച് ഓർപ്പിക്കുക, നിങ്ങൾക്ക് ഡ്രൈവിംഗ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ടെൻഷനുള്ള ഒരു സംഭവമാണ് അല്ലേ. അപ്പം പുതുതായിട്ട് നമ്മളൊരു വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ പുതിയ ടെക്നോളജി നമുക്ക് അറിയാൻ മേലാത്തൊരു കാര്യങ്ങൾ വരുമ്പോൾ ഈസിയസ്റ്റ് ആയിട്ടൊരു മെത്തേഡ് പറയാം. നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, ഒരു എൽ ബോർഡ് വണ്ടിയിൽ വെക്കുക. ഒന്ന് ഫ്രണ്ടിലെ ചില്ലിലും ബാക്കിലെ ചില്ലിലും എൽ ബോർഡ് ഒരെണ്ണം വെക്കുക. ഓക്കെ, നിങ്ങൾക്ക് കോൺഫിഡൻസ് കുറവാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ അങ്ങനെയാണ് എൽ ബോർഡ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ റോഡിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു പ്രിഫറൻസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇടയ്ക്ക് വെച്ച് ഒന്ന് ചവിട്ടി നിർത്തേണ്ട വന്നാൽ പോലും പുറകെ വരുന്ന ആളൊരു അലേർട്ടായിരിക്കും. അപ്പം ആ ഒരു കോൺഫിഡൻസ് കിട്ടാണ്ട് എൽ ബോർഡ് വയ്ക്കുക. ഇനിയിപ്പോൾ നമ്മൾ വണ്ടിയിലോട്ട് കയറുന്നതിന് മുമ്പ് വണ്ടിയുടെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വണ്ടിക്ക് പൊതുവേ സാധാരണ വണ്ടിക്ക് ഒരു ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്ററാണ് വരുന്നത്. പക്ഷേ ഈ വണ്ടിക്ക് എന്ന് പറയുന്നത് ഒരു ബ്രേക്കും ഒരു ആക്സിലേറ്റർ വരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു രണ്ടിൻ്റെയും കോമ്പിനേഷനിലാണ് ഈ വണ്ടി ഓടുന്നത്. അപ്പോൾ നമുക്ക് അകത്തേക്ക് അപ്പോൾ നമ്മൾ ഈ ഒരു ഓട്ടോമാറ്റിക് കാറിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക് കാർ ഓടിക്കുന്നതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, കാരണം നമ്മളിത് ഒരു പുതിയൊരു കാര്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് സേഫ്റ്റിയാണ് നമ്മുടെ ഫസ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ സേഫ്റ്റിയും റോഡിലുള്ളവരുടെ സേഫ്റ്റിയാണ്. അപ്പോൾ ആദ്യം നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഈ സീറ്റ് ബെൽറ്റ് നമ്മൾ കറക്റ്റായിട്ട് ഇടണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ഇതിന് പ്രത്യേകിച്ച് ബ്രേക്ക്, ആക്സിലേറ്റർ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ സാധാരണ മാനുവൽ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ഈ കാലം കൂടെ നമ്മൾ എപ്പോഴും നമ്മൾ ക്ലച്ച് ചവിട്ടാണ്ട് നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ ഈ ഒരു ഓട്ടോമാറ്റിക്കിൻ്റെ കേസ് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ കാലിന് റോളില്ല. ഈ കാലം നമ്മൾ യാതൊരു കാരണവശാലും നമ്മൾ ഇത് ബ്രേക്ക് ചവിട്ടാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാനോ ഉപയോഗിക്കരുത്. ഈ വണ്ടി ഈ കാലം എപ്പോഴും നമ്മൾ റെസ്റ്റിംഗ് പൊസിഷനിൽ നമ്മൾ വെച്ചിരിക്കണം. അപ്പം ഓട്ടോമാറ്റിക് ഏത് കാർ ഓടിച്ചെന്ന് പറഞ്ഞാലും ലെഫ്റ്റ് ലെഗിന് ഒരു റോളും ഇല്ല. അപ്പോൾ അത് നിങ്ങളുടെ മനസ്സിൽ വയ്ക്കേണ്ട ഒരു കാര്യം, ലെഫ്റ്റ് കാല് യാതൊരു കാരണവശാലും നമ്മൾ ബ്രേക്ക് ചവിട്ടാൻ ഉപയോഗിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ആക്സിലേറ്ററിലേക്ക് ഒന്ന് മാറ്റി ചവിട്ടാൻ ഉപയോഗിക്കുകയോ ഒന്നും ചെയ്യരുത്. അപ്പം ഈ ഓട്ടോമാറ്റിക് കാറുകൾ ഓടിക്കുമ്പോൾ നമ്മൾ പ്യുവർലി ഈ ഒരു റൈറ്റ് ലെഗ് കൊണ്ട് മാത്രമായിരിക്കും ഓടിക്കുന്നത്. കാരണം അതിൻ്റെ ലോജിക്കും പറഞ്ഞുതരാം. ഞാനിത് എൻ്റെ മുമ്പോട്ട് ചെല്ലുമ്പോൾ അതിൻ്റെ ലോജിക്ക് പറഞ്ഞുതരാം. പിന്നെ ഏത് കൂടിയ വണ്ടി ഓടിക്കണം എന്നുണ്ടെങ്കിലും നമ്മൾ ഇത് തന്നെയാണ് ഇതിൻ്റെ ഒരു സീറ്റിംഗ് പൊസിഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ലെഫ്റ്റ് ലെഗ് എപ്പോഴും ഐഡിയലായിരിക്കും. അത് BMW ആണെങ്കിലും Mercedes ആണെങ്കിലും ഒക്കെ. പിന്നെ ഈ വണ്ടിയുടെ കൺട്രോളുകൾ പഠിക്കുക എന്നുള്ളതാണ് ഫസ്റ്റായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വണ്ടിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആക്സിലേറ്ററും ഇതും മാത്രമേ ഉള്ളൂ. അതായത് ആക്സിലേറ്ററും ബ്രേക്കും മാത്രമേ നമ്മുടെ ഒരു ഫുട് പെഡലും കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമുക്കൊരു ഗിയർ സിസ്റ്റമാണ്. അതിൻ്റെ ഒരു ക്ലോസപ്പ് വ്യൂ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു കൺട്രോൾസ് പഠിക്കണം. ആദ്യം നമുക്ക് പഠിക്കേണ്ടത് തന്നെ ഗിയർ ഷിഫ്റ്റിംഗ് ആണ് പഠിക്കേണ്ടത്. അതൊരു മെയിൻ ഒരു ഘടകമാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ഗിയർ ഷിഫ്റ്റിംഗ് അല്ലെങ്കിൽ ഒരു ഗിയർ നോബാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ അതിനകത്ത് നോർമലിലുള്ള കാറുകൾ, അതായത് സാധാരണ ചെറിയ കാറുകളാണെങ്കിൽ ന്യൂട്രൽ കണ്ടോ, നടുക്ക് ന്യൂട്രൽ കാണാം, പിന്നെ റിവേഴ്സ് കാണാം, ഡ്രൈവ് കാണാം. അപ്പം കൂടിയ വണ്ടി BMW ഈ പറയുന്ന Mercedes ഒക്കെ ആണെങ്കിൽ ഒരു പാർക്ക് എന്ന് പറയുന്ന ഒരു ഇതും കൂടെ ഉണ്ടാവും. ഓക്കെ, മിക്ക വണ്ടികൾക്കും പാർക്ക് എന്ന് പറഞ്ഞൊരു സംഭവം കൂടെ ഉണ്ടാവും. നോർമൽ കാറുകളിൽ ഈ റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ് ആണുള്ളത്. ഇപ്പം വണ്ടി എന്ന് പറയുന്നത് ഇതുണ്ട്, ന്യൂട്രൽ പൊസിഷനിലാണ് വണ്ടി കിടക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ കണ്ടോ എം എന്ന് പറയുന്നത് മാനുവലാണ്. അതുപോലെ മാനുവൽ നമുക്ക് ഗിയർ നമുക്ക് മൈനസ് ചെയ്യാനും പ്ലസ് ചെയ്യാനും, അതായത് നമുക്ക് ഹയർ റേഷ്യോയിലേക്ക് ലോവർ റേഷ്യോയിലേക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യാനുള്ളതാണ്. അതെന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഹൈ എൻഡ് കാറുകൾക്കും ഇതേപോലെ തന്നെ ആയിരിക്കും. കുറച്ച് വ്യത്യാസങ്ങളൊക്കെ, ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാനുള്ളൂ. അതിനകത്ത് പാർക്ക് എന്ന് പറയുന്ന സ്വിച്ച് ഉണ്ടായിരിക്കും. ഇതാണ് ഇതിൻ്റെ ഒരു ഹാൻഡ് ബ്രേക്ക് എന്ന് പറയുന്നത്. കൂടിയ വണ്ടി വരുമ്പോഴത്തേനും ചിലപ്പോൾ ഹാൻഡ് ബ്രേക്കിന് ലിവർ കാണത്തില്ല. അതിന് പകരം നമുക്കൊരു വയർഡ് ആയിട്ടുള്ള ഒരു ബ്രേക്ക് ആയിരിക്കും ഉണ്ടാവുക. അതായത് P എന്ന് പറഞ്ഞൊരു സിമ്പിളിലുള്ള ഒരു പാർക്ക് ബ്രേക്ക് ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ ഒരു ഹോൾഡ് എന്ന് പറഞ്ഞൊരു സ്വിച്ചും ചിലപ്പോൾ കണ്ടെന്നിരിക്കും. അപ്പോൾ ഈ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്താൽ മാത്രമേ വണ്ടി മുമ്പോട്ട് പോകുള്ളൂ. അപ്പോൾ ഈ ഒരു ഓട്ടോമാറ്റിക് കാറുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഹാൻഡ് ബ്രേക്കിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അതൊരു കയറ്റം കയറുന്ന സമയത്തിലാണ് ഇത് കൂടുതലായിട്ട് വരുന്നത്. അതായത് ലോവർ എൻഡ് ചെറിയ കാറുകളിലേക്ക് വരുമ്പോൾ അത് ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഈ കൺസോളിനകത്ത് ഗിയർ എങ്ങനെയാണ് ഇരിക്കുന്നത് മനസ്സിലായി. അതായത് ന്യൂട്രൽ പൊസിഷനിൽ ഇപ്പം നമ്മൾ ഗിയർ വെച്ചിരിക്കുകയാണ്. അതേപോലെ നമുക്ക് ഓടിക്കാനായിട്ട് ബ്രേക്കും ആക്സിലേറ്ററും മാത്രമേ, ഇത്രയും സാധനങ്ങളാണ് ഓട്ടോമാറ്റിക് കാറിനകത്ത് മെയിനായിട്ട് ഈ വണ്ടിക്കകത്തുള്ളത്. ഇനി ഫസ്റ്റ് ഈ ഒരു വണ്ടി ഓൺ ആക്കുന്നത് അതൊരു സിസ്റ്റം തന്നെയാണ്. കാരണം വെച്ചാൽ നമ്മൾ കൈൻഡിക്ക് കൊണ്ട് ഓൺ ആക്കുക, അല്ലെങ്കിൽ ഓടിക്കുന്നവർക്ക് അറിയാതെ ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രേക്ക് പിടിച്ചിട്ട് നമ്മൾ ക്രാങ്ക് ചെയ്താൽ മാത്രമേ ആവുള്ളൂ. അതേപോലെ തന്നെയാണ് ഇതിന്റെ ഒരു പ്രോഗ്രാം എഴുതി വെച്ചിരിക്കുന്നത്, ഇതിന്റെ ഒരു തലച്ചോറ് എഴുതി വെച്ചിരിക്കുന്നത്. വണ്ടി ഓൺ ആക്കാണ്ട് നമ്മൾ താക്കോൽ തിരിച്ചിരിക്കുമ്പോൾ അതിന്റെ പ്രോഗ്രാമിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് വണ്ടി ന്യൂട്രൽ ഗിയറിലാണോ, അതേപോലെ വണ്ടിയുടെ ബ്രേക്ക് പ്രസ് ചെയ്തിട്ടുണ്ടോ. ഈ രണ്ട് കണ്ടീഷൻസ് ഓക്കെ ആണെങ്കിൽ മാത്രമേ വണ്ടിയുടെ ഇഗ്നിഷൻ ഓൺ ആവുള്ളൂ. അല്ലാതെ നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ ബ്രേക്കിൽ നിന്ന് കാലെടുത്തിരിക്കുകയാണ്, ഞാൻ ജസ്റ്റ് ഇതുണ്ടോ, ഞാൻ ആക്സിലേറ്റർ അല്ലെങ്കിൽ ഒരു താക്കോൽ തിരിക്കുകയാണ്. താക്കോൽ തിരിച്ചപ്പോഴത്തേന് കണ്ടു, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. കണ്ടു, ഇവിടെ ഒരു സിമ്പൽ വന്ന്, അതായത് നമ്മൾ കാല് ബ്രേക്ക് ചവിട്ടിയിട്ടില്ല എന്നുള്ളൊരു സിമ്പലാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബ്രേക്ക് ചവിട്ടിയതിന് ശേഷം ന്യൂട്രൽ ഗിയർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി ഇങ്ങനെ താക്കോൽ നമ്മൾ തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി ഓണായി. ഇല്ലാതെ നിങ്ങൾ എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാൽ വണ്ടി ഓൺ ആകത്തില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഓട്ടോമാറ്റിക് കാറിന്റെ ഇഗ്നിഷൻ നമ്മൾ ഓൺ ആക്കി എടുക്കുന്നത്. ഓക്കെ,
അപ്പോൾ വാഹനം ഇപ്പം വണ്ടി ഇപ്പം നമ്മൾ കണ്ടോ ഈ ഒരു കൺസോളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ N എന്ന് പറഞ്ഞൊരു സിമ്പിൾ കാണാം. വണ്ടി ന്യൂട്രലിലാണെന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് നമുക്ക് മാറ്റണം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ വണ്ടി നമുക്ക് ഓട്ടോമാറ്റിക് മോഡിൽ ഫുള്ളി ഓട്ടോമാറ്റിക് മോഡിൽ ഓടിക്കാം, അല്ലെങ്കിൽ നമുക്കൊരു മാനുവലിൻ്റെ ഒരു രീതിയിൽ നമുക്ക് ഓടിക്കാനായിട്ട് സാധിക്കും. ഇതിനകത്ത് നമ്മളിപ്പോൾ ഫസ്റ്റ് ഓട്ടോമാറ്റിക് എങ്ങായിട്ട് ഫുൾ ഓട്ടോമാറ്റിക് ആയിട്ട് എങ്ങനെയാണ് വണ്ടി ഓടിക്കുന്നതാണ് പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഈ ഒരു വണ്ടി ഓടിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കാല് ഞാൻ വെറുതെ 2 കാലം റെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ ഈ ന്യൂട്രലിൽ നിന്ന് ഡ്രൈവിലേക്ക് ഞാൻ ഇതിനെ ഇങ്ങോട്ട് മാറ്റി. അന്നേരം ഒരു പ്രശ്നമുണ്ട്. അന്നേരം പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഡ്രൈവിലായിട്ടും വണ്ടി ന്യൂട്രലിനാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രോഗ്രാം വീണ്ടും എഴുതി വെച്ചിരിക്കുന്നത് വീണ്ടും ബ്രേക്കിൽ കാലുണ്ടെന്നുണ്ടെങ്കിലേ വണ്ടി ന്യൂട്രലിൽ നിന്ന് ഡ്രൈവിലേക്ക് മാറുള്ളൂ. ഓക്കെ, ഇപ്പം ഞാൻ ബ്രേക്ക് ചവിട്ടി ന്യൂട്രലിൽ നിന്ന് ഡ്രൈവിലേക്ക് മാറ്റിയപ്പോഴാണ് വണ്ടി ശരിക്കും പറഞ്ഞ് ഡ്രൈവിലായത്. അത് അതിൻ്റെ സിമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. വണ്ടി അതായത് ഫസ്റ്റ് ഗിയറിലാണ് വണ്ടി കിടക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത കാര്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യാം. ഓക്കെ, റിലീസ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ കാല് നമ്മൾ ജസ്റ്റ് നമ്മൾ ബ്രേക്കിൽ നിന്ന് എടുത്താൽ തന്നെ വണ്ടി മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. എന്നിട്ട് പതുക്കെ ആക്സിലേറ്റർ കൊടുത്താൽ മതി. ആക്സിലേറ്റർ കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് ഇവിടെ ഗിയർ ഷിഫ്റ്റുകൾ നടക്കും. ഓക്കെ, ഇച്ചിരി ആക്സിലേറ്റർ കൂടുതൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ RPM അനുസരിച്ചാണ്. പർട്ടിക്കുലർ ആയിട്ട് ഒരു RPM കയറി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി സെക്കൻഡ് ഗിയറിലേക്ക് മാറി. അപ്പോൾ വണ്ടിയുടെ സ്പീഡ് കൂടുന്നതിനനുസരിച്ച്, അതായത് RPM കൂടി അഡ്ജസ്റ്റ് ചെയ്ത് വണ്ടിയുടെ സ്പീഡ് കറക്റ്റ് ആകുന്നതിനനുസരിച്ച് ഗിയറുകൾ ഇങ്ങനെ ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കും. അതും 1 മുതൽ 5 വരെയുള്ള തരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അത് ഞാൻ കാണിച്ചു തരാം. നമ്മളിനി വാഹനം ഓടിക്കാനായിട്ട് പോവാണ്. വാഹനം ഓടിക്കാനായിട്ട് നമ്മൾ ഓൾറെഡി വണ്ടി ഓണാക്കി വണ്ടി ഫസ്റ്റ് ഗിയറിൽ ഡ്രൈവിലിട്ട് വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഞാൻ പതുക്കെ കാലെടുത്ത് ഇപ്പം ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പതുക്കെ ആക്സിലേറ്റർ ബ്രേക്കിൽ നിന്ന് കാലെടുത്തു, ആക്സിലേറ്റർ പതുക്കെ കൊടുത്തു. അപ്പം വണ്ടി പതുക്കെ മൂവ് ആണ്. അപ്പം നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ RPM നമുക്ക് കാണാണ്ട് പറ്റും. ഒരു പർട്ടിക്കുലർ RPM എത്തുന്നതനുസരിച്ച്, അത് ഓരോ ഗിയർ ഷിഫ്റ്റിൽ RPM എത്തുന്നതനുസരിച്ച് വണ്ടി ഗിയർ മാറി. കണ്ടോ, ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ സെക്കൻഡിലേക്ക് മാറി. വണ്ടി പതുക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, തേർഡ് ഗിയർ മാറി. വണ്ടി തന്നെ മാറിക്കൊണ്ടിരിക്കുക. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ലൈറ്റായിട്ട് ആക്സിലേറ്റർ കൊടുത്താൽ മതി, തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടെ ഫാസ്റ്റർ ആകുമ്പോൾ വണ്ടിയുടെ ഓട്ടോമാറ്റിക്കലി സ്പീഡ് 4th ഗിയറിലേക്ക് മാറുന്നതായിട്ട് കാണാൻ സാധിക്കും. കണ്ടോ, ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ വണ്ടി 4th ഗിയറിലേക്ക് മാറി. ഇനി ഒരു ഗിയറും കൂടെ നമുക്ക് ഉള്ളു മാറാനായിട്ട്. അത് വണ്ടി ഒരു 50 കിലോമീറ്റർ ഓട്ടോമാറ്റിക്കലി സ്പീഡ് എത്തുമ്പോൾ ഈ ആക്സിലറേഷൻ RPM എല്ലാം കറക്റ്റായി വണ്ടി ആ സ്പീഡ് എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി 5ലേക്ക് മാറി. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വണ്ടി 5th ഗിയറിലാണ് വാഹനം നിൽക്കുന്നത്. അപ്പോൾ ഇത്ര കണ്ടോ, ഒരു ഏകദേശം ഒരു 7-8 സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്ക്, അല്ലെങ്കിൽ ഒരു 10 സെക്കൻഡ് കൊണ്ട് തന്നെ വണ്ടി 5th ഗിയറിലേക്ക് വണ്ടി എത്തിയിട്ടുണ്ട്. ഞാൻ ലൈറ്റായിട്ടാണ് ആക്സിലേറ്റർ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ 5ാമത്തെ ഗിയറിൽ വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുക. എനിക്ക് ഇച്ചിരി ഫാസ്റ്റർ ആയിട്ട് പോകണം എന്ന് വെച്ചാൽ മീൻസ് ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇച്ചിരി അമർത്തി ആക്സിലേറ്റർ ചവിട്ടി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കണ്ടോ ഗിയർ 3ഡിലേക്ക് മാറിയിരിക്കുന്നു. കണ്ടോ, ഇപ്പോൾ വണ്ടി 2nd ഗിയറിലാണ്. ഞാൻ ചെറിയൊരു വളവൊക്കെ വളച്ചിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഓക്കെ, നമ്മൾ ഈ വണ്ടി ഓണാക്കി ജസ്റ്റ് ഇങ്ങനെ ഒരു കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ വണ്ടി ഓടിച്ചാൽ മാത്രം മതി, വേറെ ഒരു പ്രശ്നമില്ല. ഇപ്പോൾ 3rd ഗിയറിലാണ്. ഞാൻ പതുക്കെ ആക്സലറേഷൻ കൊടുക്കുന്നുണ്ട്. ഓട്ടോമാറ്റിക്കലി തന്നെ വണ്ടി 4th ഗിയറിലേക്ക് മാറിയത്. കണ്ടോ, ലൈറ്റായിട്ടൊന്ന് കാല് ആക്സലറേഷൻ കൊടുത്തിട്ട് കാലൊന്ന് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഗിയർ ടോപ്പ് ആൻഡ് ഗിയറിലേക്ക് മാറുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അതേപോലെ തന്നെ ഇനിയിപ്പോൾ നമുക്കൊരു വണ്ടി നമുക്ക് എവിടെയെങ്കിലും നിർത്തണമെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ വണ്ടി ഞാൻ ഈ വണ്ടി റോഡ് സൈഡിലേക്ക് ഞാൻ ഒതുക്കാൻ പോകുമ്പോൾ തന്നെ വണ്ടിയുടെ സ്പീഡ് കുറയുന്നതനുസരിച്ച് തന്നെ കണ്ടോ അതിൻ്റെ സ്പീഡ് 3rd ഗിയറിലേക്കും 2nd ഗിയറിലേക്കും വണ്ടി ടോട്ടലിൽ നിന്നപ്പം 1st ഗിയറിലേക്കും വണ്ടി വന്നിരിക്കുകയാണ്. അപ്പം ഇതെല്ലാം ചെയ്യുന്നത് ഇതിൻ്റെ ഒരു ഇതിൻ്റെ പ്രോഗ്രാമാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത്രേ ഉള്ളൂ. ഈ വാഹനം ഓടിക്കുക എന്ന് പറയാൻ ഇത്രയേ ഉള്ളൂ. അതിനകത്ത് മെയിനായിട്ട് ചിന്തിക്കേണ്ട കാര്യം ലെഫ്റ്റ് ലെഗ് എക്കാരണം കൊണ്ടും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വണ്ടിയുടെ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ വണ്ടി മനസ്സിലാക്കുന്നത് വണ്ടി മുമ്പോട്ട് പോകാൻ വേണ്ടി നമ്മുടെ ഡ്രൈവർ ശ്രമിക്കുന്നുണ്ട്. അപ്പം വണ്ടിക്ക് എന്ത് ചെയ്യും, വണ്ടി ഓട്ടോമാറ്റിക്കലി ഹയർ ഗിയറിലേക്ക് പോകാനായിട്ട് വണ്ടി ഓട്ടോമാറ്റിക്കലി അതായത് സ്പീഡ് കൂടുന്നതനുസരിച്ച് ഹയർ ഗിയറിലേക്ക് പോകാൻ ശ്രമിക്കും. പക്ഷെ നമ്മൾ ബ്രേക്ക് കൊടുക്കുമ്പോൾ വണ്ടി ചിന്തിക്കുന്നത് വണ്ടി നിർത്താൻ പോകുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഈ 2 കാല് ഉപയോഗിച്ച് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പം ആക്സിലേറ്ററും ബ്രേക്കും കൂടെ ഒരുമിച്ച് നമ്മൾ കാല് പ്രസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന പറഞ്ഞാൽ വണ്ടിക്ക് ആകപ്പാടെ കൺഫ്യൂഷൻ ആവും. ഇത് മുമ്പോട്ട് പോകാനാണോ വണ്ടി നിർത്താനാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഒരു കാല് കൊണ്ട് മാത്രമേ വണ്ടി ഓടിക്കാവൂ. കാരണം അങ്ങനെ ഒരു കൺഫ്യൂഷൻ വണ്ടിയുടെ ഒരു ഗിയർ ബോക്സ് അല്ലെങ്കിൽ ഒരു ECU നമ്മൾ കൊടുക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ ഓടിക്കുമ്പോൾ ലെഫ്റ്റ് ലെഗ് നമ്മൾ എപ്പോഴും ഐഡിയലായിട്ട് നമ്മൾ ഉപയോഗിക്കാവുള്ളൂ. അപ്പോൾ അതിനകത്ത് നമ്മളിങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വളരെ വളരെ സ്മൂത്തായിട്ട് പോകാം. ഇനിയിപ്പോൾ അടുത്തൊരു ടെക്നോളജി എന്ന് പറയുന്നത് നമുക്ക് ഈ വണ്ടി നമുക്ക് മാനുവലി ഓടിക്കാനായിട്ട് പറ്റും. അതായത് ഫുള്ളായിട്ട് ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി വാഹനം തന്നെ അല്ലെങ്കിൽ കാറ് തന്നെയാണ് തീരുമാനിക്കുന്നത്. RPM വരുമ്പോഴത്തേന് ഓൾറെഡി ഗിയർ ഷിഫ്റ്റ് ആവുകയും വണ്ടി പോവുകയൊക്കെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ വണ്ടി കുറച്ചുകൂടെ ആമ്പിള്ളേർ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ഓട്ടോമാറ്റിക് ഓടിക്കാൻ ത്രില്ലില്ലെന്ന്.
അങ്ങനെയാണെങ്കിൽ നമുക്ക് ത്രില്ലിൽ ഓടിക്കാൻ ഒരു സംവിധാനം കൂടി ഈ വണ്ടി തരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ ഗിയർ ബോക്സിനകത്ത് അല്ലെങ്കിൽ ഒരു ഗിയർ സിസ്റ്റത്തിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാനുവലി ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഗിയർ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൊണ്ടുണ്ട്. അതും കൂടെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം എങ്ങനെയാണ് മാനുവലി വണ്ടിയുടെ ട്രാൻസ്മിഷൻ നടക്കുന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ഓട്ടോമാറ്റിക്കലി RPM അനുസരിച്ച് നമ്മൾ ഗിയർ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ നമ്മൾ ചെയ്യണം. അപ്പോൾ ഞാൻ ഈ വണ്ടി ഓട്ടോമാറ്റിക്കലി കിടക്കുന്ന ഈ ഡ്രൈവിൽ നിന്ന് ഈ വണ്ടി നേരെ ഇങ്ങോട്ട് മാനുവലിലേക്ക് മാറ്റി. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം, ഇവിടെ 1M എന്നാണ് കിടക്കുന്നത്. നേരത്തെ 1D എന്നാണ് കിടന്നത്. 1 ഡ്രൈവ് നടന്ന് ഇപ്പോൾ മാനുവലിനാണ് കിടക്കുന്നത്. അപ്പം ഈ വണ്ടി ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി മാനുവൽ ട്രാൻസ്മിഷൻ വേണ്ടി ഓടിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഞാൻ പതുക്കെ സാധാരണ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പതുക്കെ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്തു. അപ്പോൾ വണ്ടി ഇങ്ങനെ RPM കയറിയാലും ഗിയർ ഷിഫ്റ്റ് ആകത്തില്ല. കണ്ടോ, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയറിൽ തന്നെ നിൽക്കുകയാണ്. നമ്മൾ കണ്ടോ ഇവിടെ ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഷിഫ്റ്റ് ചെയ്തപ്പോൾ വണ്ടി സെക്കൻഡ് ഗിയറിലേക്കായി. ചെറിയൊരു വളവാണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് തേർഡ് ഗിയറിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഓക്കെ, സ്ട്രൈറ്റ് റോഡ് വന്ന് കണ്ടോ. ഇനിയിപ്പോൾ ഞാൻ ഒന്നുകൂടെ ഗിയർ പ്ലസ് കൊടുത്തപ്പോൾ വണ്ടി കണ്ടോ തേർഡ് ഗിയറിലേക്ക് അവിടെ മാറിയിട്ടുണ്ട്. കുറച്ചും കൂടി ഒരു സ്പീഡ് ആയി കഴിയുമ്പോൾ RPM കറക്റ്റ് ആയി കഴിയുമ്പോഴത്തേന് ഞാൻ വീണ്ടും ഒന്നുകൂടെ കൊടുത്തപ്പോൾ ഗിയർ നേരെ ഫോർത്ത് ഗിയറിലേക്കും ആയിട്ടുണ്ട്. ഇനി ഒരു 50 കിലോമീറ്റർ സ്പീഡിലേക്ക് നമ്മൾ അറ്റൈൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വണ്ടി ഒന്നുകൂടെ നമുക്ക് ഗിയർ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഒന്നുകൂടെ ഷിഫ്റ്റ് ചെയ്ത് കണ്ടോ 5ലേക്ക് മാറി. അപ്പോൾ നേരത്തെ നമ്മൾ കറക്റ്റ് ഈ ഒരു വണ്ടിയുടെ പ്രോഗ്രാം അനുസരിച്ച് 50 കിലോമീറ്ററിലേക്ക് നമ്മുടെ ഈ ഒരു സ്പീഡോമീറ്റർ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഷിഫ്റ്റ് ആവുള്ളൂ. പക്ഷേ മാനുവലിൻ്റെ കേസ് വരുമ്പോൾ അങ്ങനെയല്ല. മാനുവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് RPM അത്രയും എത്താതെ തന്നെ ഗിയർ ഷിഫ്റ്റ് ആവും. ഓക്കെ, അതായത് പ്രോഗ്രാമിന്റെ വൈസ് നോക്കുമ്പോൾ എത്താതെ എന്നാ വിട്ട് വണ്ടിയുടെ ഒരു സ്പീഡ് കറക്റ്റ് ആയിട്ട് വേണം ഇതൊരു ഷിഫ്റ്റിംഗ് നടക്കാൻ. അപ്പോൾ ഇത് ഇങ്ങനെ ഈ മാനുവലിൽ നമുക്ക് ഈ 2 മോഡിലും നമുക്ക് വണ്ടി ഓടിക്കാനായിട്ട് പറ്റും. അപ്പം ഇതിന് ലോജിക്ക് ഇത്രയേ ഉള്ളൂ. ആക്സിലേറ്റർ കൊടുക്കുന്നതിനനുസരിച്ച് വണ്ടി ഹയർ ഗിയറിലേക്ക് പോയിക്കൊണ്ടിരിക്കും, ബ്രേക്ക് ചവിട്ടുന്നതിനനുസരിച്ച് ലോവർ ഗിയറിലേക്ക് വന്നുകൊണ്ടിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു സിമ്പിൾ ലോജിക്ക് എന്ന് പറഞ്ഞാൽ. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പ്രസ് ചെയ്യാൻ പാടില്ല. അങ്ങനെയാണ് ഈ ഒരു ഓട്ടോമാറ്റിക് വാഹനം ഓടിക്കുന്നത്. അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് നമുക്ക് ഈ വാഹനം നമുക്ക് ഓടിക്കാനേ ഉള്ളൂ. ഇനി ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വണ്ടി ഒരു വണ്ടി കയറ്റത്ത് വെച്ച് നിന്ന് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അത് ഞാൻ നിങ്ങളൊരു കയറ്റത്ത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ കാണിച്ചു തരാം. ഓക്കെ, ഇനി അടുത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ മാനുവൽ വണ്ടി ഓടിച്ചാലും ഓട്ടോമാറ്റിക്കൽ വണ്ടി ഓടിച്ചാലും ഒരു പ്രശ്നം കയറ്റം എത്തുമ്പോൾ വണ്ടി ഇടയ്ക്ക് വെച്ച് നിന്ന് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. കാരണം അതിനുശേഷം നമ്മൾ ഗിയറുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ പഠിക്കുന്നവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ. കാരണം വണ്ടി ഭയങ്കരമായിട്ട് അമിതമായിട്ട് റേസ് ചെയ്യുന്നു. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ഭയങ്കര ശോഭമായിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈസി ആയിട്ട് എങ്ങനെ കയറ്റത്തൊരു വണ്ടി നിന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് വണ്ടി നിന്നാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അത് എങ്ങനെയാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കാണുന്നത് കണ്ടോ, നമ്മുടെ ഇതൊരു ചെറിയൊരു കയറ്റമാണ്. ചെറിയ കയറ്റമാണെന്ന് പറഞ്ഞാൽ ഒരു കുത്തു കയറ്റമാണ്. വണ്ടി ഇടയ്ക്ക് വെച്ച് നിന്ന് കഴിഞ്ഞാൽ ബാക്കിലേക്ക് ഇറങ്ങി വരും. അപ്പം ഞാൻ ഈ കയറ്റത്തിൽ നിന്ന് നടുക്ക് വണ്ടി നിർത്തിയിട്ട് ഈ വണ്ടി മുമ്പോട്ട് എടുക്കുന്നതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പഠിപ്പിച്ചു തരാം. അത് സാധാരണ സ്ത്രീകൾക്കൊക്കെ ഭയങ്കര പാടാണ് വണ്ടി ഒരു കയറ്റത്ത് വെച്ചിട്ട് വണ്ടി പുറകോട്ട് പോകാതെ ഓടിക്കുക. അപ്പം നമ്മൾ തന്നെ വെപ്രാളപ്പെട്ട് പോയി ഇതെങ്ങനെയാണ് ഓടിക്കുന്നുള്ളത്. അപ്പം ഞാനത് സിമ്പിളായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഞാൻ വണ്ടി ഡ്രൈവിലിട്ട് വണ്ടി കയറ്റത്തിലേക്ക് കൊണ്ടുപോവാണ്. കണ്ടോ, അപ്പോൾ ഞാൻ കയറ്റത്തിന് നടുക്കിട്ടു. കയറ്റം നടുക്കിട്ട് കഴിഞ്ഞാൽ ബ്രേക്ക് ചവിട്ടി പിടിച്ച് ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാൻഡ് ബ്രേക്ക് നമ്മൾ വലിച്ചിടുക. ഓക്കെ, ഇനിയിപ്പം നമ്മൾ കണ്ടോ ഹാൻഡ് ബ്രേക്ക് ഞാൻ വലിച്ചിട്ടു. നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ തന്നെ അറിയാം ഭയങ്കര കയറ്റത്തിലിടുന്നത്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, എൻ്റെ കൈകളും എൻ്റെ കാലുകളും ഒക്കെ ഫ്രീ ആണ്. അപ്പോൾ ഹാൻഡ് ബ്രേക്കിൽ ഫുള്ളായിട്ട് വലിച്ചിട്ട് വണ്ടി ഫസ്റ്റ് ഗിയറിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ചെറിയ വണ്ടികൾ നമ്മൾ കയറ്റത്തിൽ നിർത്തുമ്പോൾ നിങ്ങൾ മറ്റേ മാനുവൽ വണ്ടിയാണെങ്കിൽ നമുക്ക് ക്ലച്ചിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ വണ്ടിക്കകത്ത് അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് ഹാൻഡ് ബ്രേക്ക് വലിച്ചിടുക. വലിച്ചിട്ടതിന് ശേഷം നമ്മളൊന്ന് കാം ഡൗൺ ആവുക. ഓക്കെ, ഒന്നും ടെൻഷൻ ആകണ്ട. ഇനിയിപ്പോൾ നമ്മൾ സാധാരണ ഞാനിത് പറഞ്ഞു വരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എൽബോർഡുള്ള വണ്ടിയാണെങ്കിലും കയറ്റത്ത് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിൽ വന്ന് ചില അലവലാദികളൊക്കെ ഹോൺ അടിച്ച് നമ്മളെ ബുദ്ധിമുട്ടിക്കും. അപ്പോൾ നിങ്ങളതൊന്നും വിഷമിക്കേണ്ട. നിങ്ങൾ ഇത്രയും കാര്യം ചിന്തിച്ചാൽ മതി. ഇപ്പോൾ ഹോൺ അടിക്കുന്നവൻ്റെ പിതാവിൻ്റെ അല്ല റോഡ്. ഓക്കെ, ഇപ്പൊ കയറ്റത്ത് വെച്ച് വണ്ടി പോയാൽ നമ്മൾ ആദ്യം കൂൾ ഡൗൺ ചെയ്യുക, ഹാൻഡ് ബ്രേക്ക് വലിച്ച് ഫുള്ളി വണ്ടി നിർത്തുക, 2 കാലും കൈയും ഫ്രീ ആക്കുക. ഒരു 2-3 സെക്കൻഡ് ഇതിന് വേണ്ടി എടുത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും ഒന്നും പറയാൻ പോകുന്നില്ല. അപ്പൊ അങ്ങനെ പഠിക്കുന്ന സ്റ്റേജിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ എൽബോർഡ് നിങ്ങൾ ഒട്ടിച്ചിരുന്നാൽ മതി, നിങ്ങൾ ആരും ഒന്നും ചെയ്യത്തില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പോൾ ഓൾറെഡി ഹാൻഡ് ബ്രേക്ക് വലിച്ച് നിൽക്കുകയാണ്. ഈ വണ്ടി ഞാൻ ഫ്രണ്ടിലോട്ട് എടുക്കാനായിട്ട് ഞാൻ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നേരെ കാലെടുത്ത് ആക്സിലേറ്ററിന്റെ മുകളിൽ പതുക്കെ വെക്കുക. പ്രസ് ചെയ്യേണ്ട, ആക്സിലേറ്ററിന്റെ മുകളിൽ പതുക്കെ വെക്കുക. ഈ ഒരു കൈ ഓക്കെ ഹാൻഡ് ബ്രേക്കിൽ വെക്കുക. ഓക്കെ, ഇനി പതുക്കെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആക്സിലേറ്റർ പതുക്കെ കൊടുക്കുക. ആക്സിലേറ്റർ പതുക്കെ കൊടുക്കുമ്പോൾ തന്നെ വണ്ടി മുമ്പോട്ട് പോകാനായിട്ട് വണ്ടി കുതിക്കും. ഓക്കെ, ഇത് കണ്ടോ വണ്ടി ഒന്ന് ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ ഞാൻ ആക്സിലേറ്റർ പതുക്കെ കൊടുത്ത വണ്ടി മുമ്പോട്ട് പോകാൻ വേണ്ടി നിന്ന് കണ്ടോ. ഇങ്ങനെ ആ മുമ്പോട്ട് പോകാൻ നിൽക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ പതുക്കെ ഇവിടുന്ന് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വണ്ടി മുമ്പോട്ട് പോകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇതൊക്കെ പതുക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ, ധൃതി വെക്കേണ്ട. കണ്ടോ, ഇപ്പൊ എത്ര കുത്തുകയറ്റമാണെന്ന് പറഞ്ഞാലും നമ്മൾ കണ്ടോ ഹാൻഡ് ബ്രേക്ക് വലിക്കുക, ആക്സിലേറ്റർ
ആക്സിലേറ്റർ കൊടുക്കുക. ആക്സിലേറ്റർ കൊടുത്ത് പതുക്കെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്താൽ മതി. കണ്ട വണ്ടി മുമ്പോട്ട് പോകുന്നതായിട്ട് കാണും. അപ്പൊ എത്ര കുത്തുകയറ്റമാണെങ്കിലും ഇതേ ഉള്ളൂ ടെക്നോളജി അല്ലെങ്കിൽ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്. ആദ്യം റിലാക്സ് ആവുക. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വണ്ടി ഇപ്പം എന്താ പറയുന്ന വണ്ടിയാണ്, ചിലപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിലോട്ട് ഇറങ്ങി പോയെന്നിരിക്കും, ചിലപ്പം കുറച്ച് റേസ് ചെയ്തിരിക്കും. അതിലൊന്നും പേടിക്കേണ്ട. കാം ഡൗൺ ചെയ്യുക. കാം ഡൗൺ ചെയ്തതിന് ശേഷം ഹാൻഡ് ബ്രേക്ക് ഫുള്ള് വലിച്ചിടുക. വലിച്ചിട്ടതിന് ശേഷം നമ്മൾ പതുക്കെ ആക്സിലേറ്റർ കൊടുക്കുക. വണ്ടി മുമ്പോട്ട് പോകാനായിട്ട് അല്ലെങ്കിൽ വണ്ടി മുമ്പോട്ട് ഒന്ന് കുതിക്കാനായിട്ട് നമ്മൾ തോന്നുമ്പോൾ ഹാൻഡ് ബ്രേക്ക് ലൈറ്റ് ആയിട്ട് റിലീസ് ചെയ്യുക, പതുക്കെ പോവുക. ഇത് ഇത്രയും പ്രക്രിയ പതുക്കെ ചെയ്താൽ മാത്രം മതി. അപ്പം ഇതുവരെ നിങ്ങൾക്ക് കയറ്റവും അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അത്രേ ഉള്ളൂ. നൈസായിട്ട് വണ്ടി കൂൾ ആൻഡ് കൂളായിട്ട് ഒതുക്കിയിട്ടതിന് ശേഷം ഈ ഒരു കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഫൈനലായിട്ട് നമുക്ക് വണ്ടി റിവേഴ്സ് ഗിയറിലേക്ക് എൻഗേജ് ചെയ്ത് എങ്ങനെ ഓടിക്കുന്നുള്ളൂ. ഇതിന് ഒരു ലോജിക്കേ ഉള്ളൂ. വണ്ടി റിവേഴ്സ് ഗിയറിലേക്ക് എൻഗേജ്ഡ് ആവണമെന്നുണ്ടെങ്കിൽ വണ്ടി ഫുൾ ആൻഡ് ഫുൾ വണ്ടി നിന്നതിന് ശേഷം, അതായത് വണ്ടിയുടെ അനക്കം മുഴുവൻ നിന്നതിന് ശേഷം ബ്രേക്ക് ചവിട്ടി വേണം റിവേഴ്സ് ഗിയറിലേക്ക് എൻഗേജ് ചെയ്യാൻ. വണ്ടി ഇപ്പം മുഴുവൻ നിന്നിരിക്കുകയാണ്. ബ്രേക്ക് ചവിട്ടി ന്യൂട്രലിൽ നിന്ന് റിവേഴ്സ് ഗിയറിലേക്ക് എൻഗേജ് ചെയ്യുക. ഇനി നമ്മൾ ലൈറ്റായിട്ട് നമ്മൾ കാലെടുത്ത് കഴിഞ്ഞാൽ തന്നെ വണ്ടി കണ്ട് ബാക്കിലോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. നമുക്ക് റിവേഴ്സ് എടുക്കുന്നത് ഇത്രയേ ഉള്ളൂ. വണ്ടി എൻഗേജ് ചെയ്യുന്ന രീതിയിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്ര സിമ്പിളായിട്ടാണ് നമ്മൾ റിവേഴ്സും ഒക്കെ ഓടിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ട് തന്നെ കോൺഫിഡൻഷ്യൽ ആയിട്ട് തന്നെ ഒരു ഓട്ടോമാറ്റിക് കാർ ആദ്യമായിട്ട് നമ്മുടെ കൈ കിട്ടിയാലും നമ്മൾ എങ്ങനെ ഓടിക്കുന്നുള്ളത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അതുപോലെ കയറ്റത്ത് നിർത്തി എന്ത് ചെയ്യണമെന്ന് പഠിച്ചു കഴിഞ്ഞു. റിവേഴ്സ് എങ്ങനെ ഇടണമെന്ന് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെൽ നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇനി വിമർശനങ്ങളുണ്ടെങ്കിലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാം. താങ്ക് യു. ദിസ് ഈസ് റോബിൻ സൈനിങ് ഓഫ് ഫ്രം റോബ് മൈ ഷോ.